ഇപ്പോൾ DCC പുനഃസംഘടന ചർച്ചാ വിഷയമാകുന്നു. ഉടൻ തന്നെ DCC പുനഃസംഘടന നടക്കും. KPCC അധ്യക്ഷൻ ഓഗസ്റ്റ് 5-ന് പുതിയ DCC അധ്യക്ഷന്മാരുടെ ലിസ്റ്റുമായി ഡൽഹിയിലേക്ക് പോകും. തൃശ്ശൂർ ഒഴികെ 13 ജില്ലകളിലും DCC അധ്യക്ഷന്മാരെ മാറ്റുമെന്ന ശ്രുതി പരന്നിട്ടുണ്ടെങ്കിലും അത് നടക്കില്ല. 9 ജില്ലകളിലെ അധ്യക്ഷന്മാരെ മാറ്റാനാണ് ഇപ്പോൾ KPCC തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡ് അത് അംഗീകരിക്കാനാണ് സാധ്യത. കോഴിക്കോട് K പ്രവീൺകുമാർ തന്നെ തുടരും. എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് തന്നെ തുടരും. മലപ്പുറത്ത് BS ജോയിയും കണ്ണൂരിൽ മാർട്ടിൻ ജോസഫും തുടരും. അതേസമയം തിരുവനന്തപുരത്ത് KS ശബരിനാഥിൻ്റെയും ചെമ്പഴന്തി അനിലിൻ്റെയും പേരാണ് കേൾക്കുന്നത്. KS ശബരിനാഥനാണ് മുൻതൂക്കം. ചെമ്പഴന്തി അനിൽ പരിണിതപ്രജ്ഞനായ നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഗോഡ്ഫാദർ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയാണ്. KPCC ജനറൽ സെക്രട്ടറിമാരായി ശരത്ചന്ദ്ര പ്രസാദ്, മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ്, പാലോടി രവി, അജയ് തറയിൽ, ജോസഫ് വാഴക്കൻ എന്നിവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവർ KPCC ജനറൽ സെക്രട്ടറിമാരായി ഉണ്ടായിരിക്കും. KPCC ട്രഷററായി ജ്യോതികുമാർ ചാമക്കാലയെ ഒറ്റക്കെട്ടായി കോൺഗ്രസ് തെരഞ്ഞെടുത്തതും ശ്രദ്ധേയം. നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് ജ്യോതികുമാർ ചാമക്കാല. അതുകൊണ്ട് തന്നെ KPCC ട്രഷററായി അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ പുനഃസംഘടന നടത്താനാണ് KPCCയുടെ തീരുമാനം. അതുകൊണ്ടാണ് അതിവേഗം, അതായത് ഓഗസ്റ്റ് 5-ന് തന്നെ അവർ KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിനെ കാണുന്നത്. ഹൈക്കമാൻഡിനെ കണ്ട് ഹൈക്കമാൻഡിൻ്റെ തിരുത്തലും കൂടി ആയിക്കഴിഞ്ഞാൽ 9 ജില്ലകളിൽ അധ്യക്ഷന്മാർ മാറും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും നേടിയ വിജയം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കാറ്റ് മാറി വീശാനുള്ള സാധ്യത കൂടുതലാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും പിണറായി സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ അവസാന ലാപ്പിൽ പിണറായിക്ക് കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആ വൈഭവം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം സർവേകളും വിശ്വസിച്ചിരുന്നില്ല. അവരെല്ലാവരും UDF അധികാരത്തിൽ വരുമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇന്ത്യ ടുഡേ സർവേ മാത്രമാണ് LDF അധികാരത്തിൽ വരുമെന്ന് തറപ്പിച്ച് പറഞ്ഞത്. ഇന്ത്യ ടുഡേയുടെ സർവേ ശരിയാവുകയും ചെയ്തു. LDF അധികാരത്തിൽ വരികയും ചെയ്തു. ഇനിയും LDF തുടരും എന്നാണ് മിക്ക സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത്. സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമാകാതിരിക്കാം. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് മുഖം മിനുക്കുന്നത് കോൺഗ്രസ്. 9 ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ വളരെ പരിതാപകരമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് നല്ല കാര്യം.